ഹായ്, SM ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ബന്ധം റിയൽ ആണോ? അതായത് നിങ്ങൾ ഇപ്പോൾ ഉള്ള റിലേഷൻഷിപ്പ് ജെന്യുവൻ ആണോ, എന്നും നിലനിൽക്കാൻ സാധ്യതയുള്ളതാണോ? നിങ്ങൾക്ക് അല്ലെങ്കിൽ അവർക്ക് ഈ റിലേഷൻഷിപ്പിനോടുള്ളത് ആത്മാർത്ഥമായ സ്നേഹം തന്നെയാണോ, അതായത് ആത്മാർത്ഥതയുണ്ടോ? ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ വഴികളുണ്ട്. പക്ഷെ കുറേ പേർക്ക് ഇത് അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഇതൊക്കെ മനസ്സിലാക്കണം. ഞാനൊരു റിലേഷൻഷിപ്പിലുണ്ട്, അപ്പോൾ അത് കുറേ കാലം നീണ്ടു പോകുമെന്നുള്ളത് അറിയണം, അല്ലെങ്കിൽ അവർക്ക് എന്നോട് റിയൽ ആയിട്ടുള്ള ഇഷ്ടമാണെന്നുള്ളതൊക്കെ അറിയണം എന്നുള്ളത് എല്ലാ ആളുകൾക്കും ആഗ്രഹം ഉണ്ടാവും. പക്ഷേ അത് എങ്ങനെയാണെന്നുള്ളത് കുറേ പേർക്ക് അറിയണ്ടാവില്ല. അപ്പോൾ അതിനുള്ള കുറച്ച് വഴികൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു റിയൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആവാൻ സാധ്യതയില്ല. പകരം എപ്പോൾ വേണമെങ്കിലും അവർ പോകാനുള്ള ചാൻസാണ് കൂടുതലുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം റിയൽ ആണോ അല്ലയോ എന്നുള്ളത്. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, സഹാനുഭൂതിയിൽ നിന്നും ഉണ്ടാകുന്ന ഒരു തരം സ്നേഹം ഉണ്ടല്ലോ, അതാണെങ്കിൽ അതൊരിക്കലും ജെന്യുവൻ അല്ല, അല്ലെങ്കിൽ റിയൽ ആവില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളുടെ പുറകെ ആ ഒരു പേഴ്സൺ കുറേ നടന്നു, കുറേ ഇഷ്ടമാണെന്ന് ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരു സോഫ്റ്റ് കോർണർ ഫീൽ ചെയ്തു. അയ്യോ പാവം, കുറേ അതിൽ നടക്കുന്നു എന്നുള്ള ആ ഒരു തരം ഇഷ്ടം അല്ലെങ്കിൽ ഒരു സഹതാപം നിങ്ങൾക്ക് ഫീൽ ചെയ്തു. അതിൻ്റെ പുറത്തിൽ നിങ്ങൾ അവരുടെ അടുത്ത് പറയുകയാണ്, ഓക്കെ എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്നുള്ളത്. എന്നിട്ട് പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഇത് നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കുക. കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ രണ്ടുപേരും കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നിങ്ങളുടെ റിയൽ ക്യാരക്ടറൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങും. അപ്പോഴങ്ങോട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഓ ഞാനന്ന് പറയണ്ടായിരുന്നു, അന്ന് പാവം തോന്നിയിട്ട് പറഞ്ഞതാണ് എന്നുള്ളത്. അതായത് അന്നും നിങ്ങൾക്ക് അവരോട് ജെന്യുവൻ ആയിട്ടുള്ള ഒരു ഇഷ്ടം തോന്നിയിട്ടില്ല. പിന്നീട് അങ്ങോട്ട് നിങ്ങൾ തമ്മിൽ എത്ര അടുക്കുമ്പോഴും നിങ്ങൾക്ക് ആ ഒരു ഇഷ്ടം വരില്ല. ചില ആളുകളിൽ അങ്ങനെ വരാറുണ്ട്. അതായത് ചില ആളുകൾ ചിലപ്പോൾ തമാശയ്ക്ക് തുടങ്ങിയിട്ടുള്ള റിലേഷൻഷിപ്പ് പോലും പിന്നീട് അങ്ങോട്ട് റിയൽ ആയിട്ട് മാറാറുണ്ട്. പക്ഷേ ചില ആളുകൾ നമ്മൾ കാണുന്ന, ഒട്ടുമിക്ക ആളുകൾ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, കുറേ അങ്ങോട്ട് കഴിയുമ്പോൾ അവരുടെ ക്യാരക്ടറൊക്കെ നമുക്ക് മനസ്സിലായി തുടങ്ങുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വെറുപ്പ് ഫീൽ ചെയ്യും. അയ്യോ വേണ്ടായിരുന്നു ഈ സംഭവം. അപ്പോൾ ഈ ഒരു സഹതാപത്തിൽ നിന്നും ഉണ്ടാകുന്നൊരു ഇഷ്ടം ഉണ്ടല്ലോ, ഇപ്പോൾ പുറകെ നടന്നു എന്നുള്ളത് മാത്രമല്ല, വേറെ കുറേ കാര്യങ്ങൾ ഉണ്ടാവാം. ചിലപ്പോൾ ബാക്കി ഉള്ളവരൊക്കെ ഒറ്റപ്പെടുത്തുന്ന ഒരാളെ കാണുമ്പോൾ നമുക്ക് അവരോട് ഒരു ചെറിയൊരു സഹതാപം ഫീൽ ചെയ്യും. അപ്പം നമ്മൾ അവരെ ഒന്ന് താങ്ങി പിടിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർക്കൊന്ന് സപ്പോർട്ട് ചെയ്യാനുള്ളൊരു പേഴ്സണായിട്ടൊക്കെ നമ്മളിങ്ങനെ ആക്ട് ചെയ്യുന്ന സമയത്ത് മേ ബി അവർക്ക് നമ്മളുടെ അടുത്തൊരു ഇഷ്ടം തോന്നും. അപ്പം നമുക്ക് ഓക്കെ ആൾക്ക് ആരും ഇല്ല, അപ്പം ഞാനെങ്കിലും ഉണ്ടാവണം, ഞാനുണ്ടെങ്കിൽ ആൾ ഹാപ്പി ആണെങ്കിലോ എന്നുള്ള ചിന്തയോട് നമ്മൾ ഇഷ്ടപ്പെടും. പക്ഷെ ഇവിടെയൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സഹതാപം മാത്രമാണ്, അതല്ലാതെ നമുക്ക് അവരോട് തോന്നിയിട്ടുള്ളൊരു പ്രണയമല്ല. സഹതാപത്തിൽ നിന്നും ഉണ്ടാകുന്ന ഒരു ഇഷ്ടമാണെങ്കിൽ അതൊരിക്കലും നിലനിൽക്കില്ല. ഇപ്പൊ നിങ്ങൾക്കാണെങ്കിലും അവർക്കാണെങ്കിലും അങ്ങനെയാണ് ആ ഒരു ഇഷ്ടം വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് ജെന്യുവൻ ആവാൻ സാധ്യത കുറവാണ്. ഇനി രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ, സൗന്ദര്യത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് നിങ്ങൾ പ്രണയിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതൊരിക്കലും ശരിയല്ല, നിലനിൽക്കില്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. നമ്മളിപ്പോൾ ഒരാളെ കാണുന്ന സമയത്ത് അവരെ കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് നമുക്കൊരു അട്രാക്ഷൻ ഫീൽ ചെയ്യും. ആഹാ എന്ത് ഭംഗിയാണ് കാണാൻ, നമ്മൾ നോക്കി നിൽക്കും. അതിപ്പോൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും അങ്ങനെ ഭംഗിയുള്ള ഒരാൾ പോയി കഴിഞ്ഞാൽ നമ്മൾ നോക്കി നിൽക്കും. അത് മനുഷ്യ സഹജമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നമ്മളെപ്പോഴും ഈ ഒരു ഭംഗി കണ്ട് ആളെ ഇഷ്ടപ്പെട്ടിട്ട് ആ ഒരു ഭംഗി എപ്പോഴും ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആളെ പ്രണയിച്ചു കഴിഞ്ഞാൽ ശരിയാവൂ? ഇല്ല. നമുക്കൊക്കെ വാർദ്ധക്യമില്ലേ, നമുക്കൊക്കെ വയസ്സാവും. കുറേ അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ള മുഖത്ത് ഫുള്ള് ഇങ്ങനെ ചുളിവുകൾ വന്നു തുടങ്ങും. അങ്ങനെ ഏജ് ആയതിൻ്റെ കുറേ ലക്ഷണങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഭംഗിയൊക്കെ അങ്ങനെ മങ്ങിപ്പോവും. അതുകൊണ്ട് ഭംഗിയെ അടിസ്ഥാനമാക്കി നിങ്ങൾ പ്രണയിക്കാതിരിക്കുക. ആളുടെ ഭംഗി കണ്ട് പ്രണയിച്ചു കഴിഞ്ഞാൽ അത് നിലനിൽക്കില്ല. ചെറിയ രീതിയിൽ പോലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, വളരെ എളുപ്പമുള്ളൊരു കാര്യം പറഞ്ഞുതരാം. നല്ല വെയിലുള്ള കാലാവസ്ഥയിൽ നല്ല വെളുത്തിരിക്കുന്ന ഒരാൾ കൂടെയൊന്നും ചൂടാണ്ട് സൺസ്ക്രീൻ ഒന്നും ഇടാണ്ടെന്ന് പുറത്തിറങ്ങിയെന്ന് വിചാരിക്കുക. അപ്പം എന്താണ്ടാവുക, നന്നായിട്ട് വെയിൽ കൊണ്ട് ടാൻ അടിക്കും. അപ്പോൾ നമുക്കൊന്നും ഓ എന്തായാലും ഈ ഫേസ് എങ്ങനെ ഇരിക്കണേ എന്ന് നമുക്ക് തോന്നും. അപ്പം നമ്മൾ ഭംഗി കണ്ട് ഇഷ്ടപ്പെട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആളുടെ ഭംഗി കുറയുന്ന കാണുമ്പോഴത്തേക്കും നമുക്ക് അയ്യോ ഇതെന്ത് ഇങ്ങനെ, ഇത് ഭംഗി ഫുള്ള് പോയില്ലോ എന്ന് നമ്മൾ വിചാരിക്കും. അപ്പം നമുക്കൊരു എന്താ പറയുക, ഇഷ്ടക്കുറവ് വരും എന്നുള്ളതല്ല, എങ്കിലും ചെറിയ രീതിയിൽ നമുക്ക് ആ ഒരു ഭംഗി പോയി, കാണാൻ അത്രയ്ക്കൊരു ഭംഗി ഇല്ലാണ്ടായി എന്ന് നമ്മൾ വിചാരിക്കും. അപ്പം അങ്ങനെ പോലും നമുക്ക് ഭംഗി കുറയാം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭംഗി എപ്പോഴും നമുക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് ഭംഗിയെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ ഭംഗിയെ ആസ്പദമാക്കി നിങ്ങൾ ഒരിക്കലും പ്രണയിക്കാതിരിക്കുക. അത് എത്ര പെട്ടെന്ന് പോകുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല, വളരെ പെട്ടെന്ന് ഇല്ലാണ്ടാവുന്നൊരു കാര്യമാണ്. ഇനി മൂന്നാമത്തെ എന്ന് പറയുമ്പോൾ, പണം നോക്കി പ്രണയിക്കുക എന്നുള്ളത്.
ഇപ്പോൾ എനിക്ക് കുറച്ച് കഷ്ടപ്പാടുണ്ട്, കടങ്ങളും കാര്യങ്ങളൊക്കെ തീർക്കാനുണ്ട്. അപ്പോൾ കുറച്ച് ക്യാഷ് ഉള്ള ഒരാളെ പ്രണയിച്ച് കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ പെട്ടെന്ന് അത് തീർക്കാൻ പറ്റും എന്നുള്ള ചെറിയ ചിന്തകൾ കൊണ്ടൊക്കെ പലരും അങ്ങനെ ക്യാഷ് നോക്കി പ്രണയിക്കുന്നവരുണ്ട്. എന്നിട്ട് നമുക്ക് വേണ്ട ക്യാഷൊക്കെ അവരുടെ നിന്ന് വാങ്ങിക്കഴിയുമ്പോൾ നമ്മൾ അവരെ കൊണ്ട് വിട്ടുകളയും. ഇങ്ങനെ കുറേ പേര് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പണം നോക്കി പ്രണയിക്കുന്നത് നമ്മൾ അവരെ ആത്മാർത്ഥമായി പ്രണയിക്കുന്നതാണോ? അല്ല, നമ്മൾ പ്രണയിക്കുന്നത് പണത്തെയാണ്, ആ ഒരു പേഴ്സണെ അല്ല. അവരുടെ കയ്യിലുള്ള ക്യാഷ് മാത്രമാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്, ആഗ്രഹിക്കുന്നത്. എന്തെങ്കിലും ഒരു സാഹചര്യവശാൽ ആൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കടബാധ്യതയോ അല്ലെങ്കിൽ ആ ഒരു പണം മുഴുവൻ നഷ്ടമാകുന്നൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ തിരിഞ്ഞു പോലും നോക്കാണ്ട് നമ്മൾ നടക്കും. അതങ്ങനെയാണ്, മനുഷ്യരങ്ങനെയാണ്, പണം നോക്കി പ്രണയിക്കുന്ന ആളുകൾ അങ്ങനെയാണ്. അതിപ്പോൾ നിങ്ങൾ അങ്ങനെ ആകുമെന്നല്ല ഞാൻ പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരാള് നിങ്ങളെ പ്രണയിച്ചിട്ടുണ്ടാവുക ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് കണ്ടിട്ടായിരിക്കും. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ഇടയ്ക്കിടയ്ക്ക് ക്യാഷ് നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നുണ്ടോ എന്നുള്ളതൊന്ന് നോക്കുക. അതായത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അത്ര രൂപ വേണം, ഇത്ര രൂപ വേണം, ഒന്ന് അയച്ചു തരൂ എന്ന് ചോദിക്കുന്നുണ്ടോ? നിങ്ങൾ തമ്മിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടോ? നല്ല രീതിയിലുള്ള പ്രണയമുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഇഷ്ടപ്രകടനങ്ങളും ഒക്കെ ഉണ്ടോ? അതല്ലാതെ ഈ ക്യാഷ് മാത്രമാണോ ചോദിക്കുന്നത്? അതിനുവേണ്ടി മാത്രമാണോ ആൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത്? ഈ കാര്യങ്ങളൊക്കെ നോക്കുക. ഇതിനുവേണ്ടി മാത്രം കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പിക്കുക അവരുടെ ആവശ്യം അത് മാത്രമാണ്, ക്യാഷ് മാത്രമാണ്. അത് മുഴുവനായിട്ട് അങ്ങോട്ട് അടിച്ചുകൊണ്ട് പോയി കഴിയുമ്പോൾ നിങ്ങളെ മുഴുവനായിട്ട് അങ്ങോട്ട് തള്ളിക്കളയും. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരാളെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രണയിക്കാതിരിക്കുക. നിങ്ങൾ അങ്ങനെയാണ് പ്രണയിക്കുന്നതെന്നുണ്ടെങ്കിൽ അതും ശരിയല്ല, അതും വേണ്ട. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ആരാധനയിൽ നിന്നും ഉണ്ടാകുന്ന ചില പ്രണയങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇപ്പൊ അവരുടെ കഴിവ് കണ്ട് നമ്മൾ പ്രണയിക്കും. നല്ല ചിത്രകാരനാണെന്നുണ്ടെങ്കിൽ അവരുടെ ചിത്രകല കണ്ടിട്ട് നമ്മൾ അവരെ പ്രണയിക്കാറുണ്ട്. നന്നായി എഴുതുന്ന ഒരാളാണെങ്കിൽ എഴുത്ത് കണ്ട് ആ ഒരു എഴുത്തിന്റെ ഭംഗി കണ്ട്, മീൻസ് എഴുത്തിന്റെ ഭംഗി എന്ന് പറഞ്ഞാൽ കൈയക്ഷരമല്ല കേട്ടോ, ആൾ എഴുതുന്ന ഇപ്പൊ കവിതയാണെങ്കിലും എന്തായാലും അതിന്റെ അത്രയും അർത്ഥം കണ്ടിട്ടും ഒക്കെ നമ്മൾ അവരെ പ്രണയിക്കും. അത് അവരുടെ കഴിവിനെ പ്രണയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ അവരുടെ കഴിവിനെ പ്രണയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ആ ഒരാളെ പ്രണയിക്കുന്നതല്ല, അവർക്കുള്ള ആ ഒരു കഴിവിനെ മാത്രമാണ് നമ്മൾ പ്രണയിക്കുന്നത്. ചിലർ പറയാറുണ്ട് മനസ്സ് കണ്ട് പ്രണയിക്കുക എന്നുള്ളത്. നിങ്ങൾ എവിടെയാണ് മനസ്സ് കാണുന്നത്? മനസ്സ് കണ്ടിട്ട് പ്രണയിക്കുന്നത് ശരിയാണോ അല്ലെന്ന് വെച്ചാൽ എനിക്കറിയില്ല. എനിക്ക് അങ്ങനെ തോന്നുന്നൊരു കാര്യമാണ്. മനസ്സ് കണ്ട് നമുക്ക് പ്രണയിക്കാൻ പറ്റുമോ? നമ്മളെടുത്ത് ആ ആള് പെരുമാറുന്നത് വളരെ നല്ല രീതിയിലായിരിക്കും. അതായത് നമ്മളുടെ മുമ്പിൽ വളരെ നല്ല പേഴ്സൺ ആയിട്ട് അവർ പെരുമാറും കുറച്ച് കാലത്തേക്കൊക്കെ. ഇപ്പൊ നമ്മൾ ആ റിലേഷൻഷിപ്പിലാവുന്നത് വരെ ആള് ഭയങ്കര പരിശുദ്ധനാണ്, ആരോടും കള്ളം പറയില്ല, ആരെയും ചതിക്കില്ല, സത്യം മാത്രമൊക്കെ പറയുന്ന ഒരാളൊക്കെ ആയിട്ട് അവർ മാറും. ഭയങ്കരമായിട്ട് നമ്മളെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളൊക്കെ ആയിട്ടാണ് അവർ പെരുമാറുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് വിശ്വസിച്ച് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതാണ് ശരിക്കുള്ള ആള് എന്നുള്ളത്. അപ്പോൾ നമ്മളെന്താ പറയുക, മനസ്സ് കണ്ട് പ്രണയിച്ചാന്നൊക്കെ പറയും. കുറച്ച് കാലം കഴിയുമ്പോൾ ഒരു 2-3 മാസത്തിൽ കൂടുതൽ ഒരാൾക്കും അവരുടെ ശരിയായ സ്വഭാവം മറച്ചു വെക്കാൻ കഴിയില്ല. ഒരു 2-3 മാസം കഴിയുമ്പോഴത്തേക്കും അവരുടെ തനി സ്വഭാവം പുറത്തു വരും. അപ്പോഴായിരിക്കും നിങ്ങൾ ശരിക്കും ആളെ മനസ്സിലാക്കുക എന്താണെന്നുള്ളത്. അവരുടെ ജെന്യുവനായിട്ടുള്ള ആ ഒരു ക്യാരക്ടർ പുറത്ത് വന്ന് തുടങ്ങുന്ന ആ സമയത്തായിരിക്കും. അപ്പം നമ്മൾ വിചാരിക്കും അതായത് ഇയാളെ പ്രണയിക്കുന്നുണ്ടായിരുന്നു, ഇതല്ല ഞാൻ ഉദ്ദേശിച്ചിരുന്നത്, ഇങ്ങനെ ഒരാളെ അല്ല ഞാൻ സ്നേഹിച്ചിരുന്നത്, ഇതാവും അവരുടെ സ്വഭാവം എന്നുള്ളത് ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല എന്നൊക്കെ നമ്മൾ ആ സമയത്ത് വിചാരിക്കും. വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ അവരുടെ മനസ്സറിയുന്നില്ല, അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥ ക്യാരക്ടർ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ പിന്നെ മനസ്സ് കണ്ട് പ്രണയിച്ചു എന്ന് പറയുന്ന ഒരു കാര്യമൊന്നുമില്ല. ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരോട് തോന്നുന്നൊരു ആരാധനയാണ്. അവർ പെരുമാറുന്നത് കണ്ടപ്പോൾ നമുക്കൊരു ആരാധന തോന്നി, അല്ലെങ്കിൽ അവർക്ക് മറ്റെന്തെങ്കിലും കഴിവുകൾ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് അവരോട് ആ ഒരു കഴിവിൽ ആരാധന തോന്നി, അങ്ങനെ പ്രണയിക്കുന്നു എന്നുള്ളതാണ്. അതൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നന്നായി വരയ്ക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ആള് വര നിർത്തുന്നവരെ, അല്ലെങ്കിൽ ആൾ വരയ്ക്കുന്നതിൽ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ അതിൽ ചെറിയ പോരായ്മകൾ വരുമ്പോഴൊക്കെ നമ്മൾ അവരെ പിന്നീട് അങ്ങോട്ട് വെറുത്തു തുടങ്ങും. അതായത് നമുക്കത് വലിയ ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ച ക്യാരക്ടർ അല്ല ഇവർക്കെന്ന് മനസ്സിലാകുമ്പോൾ നമ്മൾ അവരെ നന്നായി വെറുക്കും എന്നുള്ളതാണ്. സോ ആ ഒരു ഇഷ്ടവും നിലനിൽക്കുന്നതല്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, അപ്പോൾ പിന്നെ എന്താണ് ഈ സ്നേഹം, ഇഷ്ടം എന്ന് പറയുന്നത്, പ്രണയം എന്താണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, വേറെ ആരൊക്കെയോ പറഞ്ഞാൽ കേട്ടുള്ള കാര്യങ്ങളാണ്. അതായത് പ്രണയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയില്ല നമ്മൾ അവരെ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത്. അതായത് അവരുടെ എന്ത് കണ്ടിട്ടാണ് ഞാൻ അവരെ സ്നേഹിക്കുന്നത് എനിക്കത് അറിയില്ല. പക്ഷേ അവരുടെ കൂടെ ഇരിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ എല്ലാ വിഷമങ്ങളും ഇല്ലാതാവുന്നുണ്ട്. അവരെന്നെ ചേർത്ത് പിടിക്കുമ്പോൾ എനിക്ക് വേറെ ഒന്നും വേണ്ട, ആ ഒരു കാര്യം മാത്രം മതി. ആളുടെ കൂടെ എപ്പോഴും ഇരിക്കണം എന്ന് തോന്നാറുണ്ട്. പക്ഷെ ആളുടെ സ്വഭാവത്തിൽ എന്താണ് നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല, എന്താണ് മോശം എന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഇതാണ് ഇഷ്ടം എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്തുകൊണ്ട് അവരെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് നമുക്കറിയില്ല, എടുത്ത് പറയാനൊരു കാര്യം ഉണ്ടാവില്ല. അവരുടെ എല്ലാം നമ്മൾ ഇഷ്ടപ്പെടാറുണ്ട്, എല്ലാ പോരായ്മകളും നമ്മൾ അംഗീകരിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതാണ് പ്രണയം.
എൻ്റെ അറിവിൽ അതാണ്. ഇപ്പം നിങ്ങൾക്ക് എന്താണെന്നുള്ളത് എനിക്കറിയില്ല, വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞിട്ടുള്ളത്, നിങ്ങളുടെ റിലേഷൻഷിപ്പ്, ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് റിയൽ ആണോ അല്ലേ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റിയുള്ള കുറച്ച് വഴികളാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും റിയൽ അല്ല. ഇത് കുറച്ച് താൽക്കാലികത്തേക്ക് മാത്രമുള്ള ഒരു പ്രണയമാണ്. പ്രണയം എന്ന് പോലും നമുക്കിതിനെ പറയാൻ പറ്റില്ല, വെറും അഭിനയമൊക്കെ ആയിരിക്കാം. അപ്പോൾ ഇങ്ങനെയൊന്നും ആവാതിരിക്കട്ടെ നിങ്ങളുടെ ബന്ധം. ഇങ്ങനെയൊരു ബന്ധമാണ് നിങ്ങളിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കുക. അധികം വൈകാണ്ട് തന്നെ അത് അവസാനിക്കും. എന്തായാലും അതിന് ഒരു അവസാനം ഉണ്ടാവും, അധികം വൈകാണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ബന്ധത്തിൽ നിൽക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ നിങ്ങൾ ഭയങ്കര ജെന്യുവനായിട്ട് സ്നേഹിക്കുന്ന ഒരാളായിരിക്കും, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഞാൻ ഈ പറഞ്ഞത് ഏതെങ്കിലുമൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുക. എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ജീവിക്കാനും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെ കിട്ടാനും ഒക്കെ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്